ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കിയ വേലിച്ചീരയുടെ കൂമ്പെല്ലാം ഒടിച്ചെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനെ നന്നായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിനു വേണ്ടി നമുക്ക് അരപ്പുണ്ടാക്കാൻ തേങ്ങ ചിരവിയത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പച്ചമുളകാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, ഒപ്പം ഉള്ളിയും കൂടെ കൂട്ടി നമുക്ക് അരപ്പൊന്ന് ഒതുക്കിയെടുക്കാം. അതിനുശേഷം പാൻ ചൂടായി അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ഒതുക്കി വച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി നമുക്ക് ആ എണ്ണയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കുക. ചീര നമുക്ക് അരപ്പിനോട് നന്നായിട്ട് ഇളക്കി ചേർക്കണം. ഇങ്ങനെ ഇളക്കി ചേർത്ത് ജസ്റ്റ് ഒന്ന് ആവി കയറും. ആ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടപ്പ് വെച്ച് അടച്ചു വെക്കാം. ഇടയ്ക്ക് ഈ അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ചീരയൊന്നും വേകാൻ അധികം താമസം വേണ്ട, പെട്ടെന്ന് വേകും. പച്ചക്കറികളും ഇലവർഗ്ഗവും കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അടച്ച് വേണം നമ്മൾ വേവിക്കാൻ. ഇതുണ്ട. ഇനി ഇതിൻ്റെ നടുഭാഗത്ത് നിന്ന് ഇച്ചിരി മാറ്റി സൈഡിലോട്ട് ഒതുക്കി വെക്കാം. ആ സ്ഥലത്തേക്ക് നമുക്ക് ഒരു നാടൻ കോഴിയുടെ മുട്ടയും കൂടെ ഉടച്ച് ഒഴിക്കാം. 1/2 സെക്കൻഡിലേക്ക് നമുക്കിത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ? എന്നിട്ട് ഇത് നന്നായിട്ട് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. നല്ല ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അടിപൊളി ചീരത്തോരൻ ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റാണ്, ഒപ്പം നല്ല ഗുണമുള്ളതാണ്. നമ്മൾ മുട്ടയൊക്കെ ചേർക്കുന്നുണ്ട്, പിള്ളേർക്കും കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഊണ് നല്ല ചക്കക്കുരുത്തോരൻ, അടിപൊളി നാടൻ കോഴി, സൂപ്പർ ചീരത്തോരൻ, ഇത്തിരി അച്ചാറും, അടിപൊളി ഗുണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.